ചതിച്ചാശാനെ ചതിച്ച് മോണോലിസ ചതിച്ചാശാനെ. ആ പെങ്കൊച്ചിന് 16 വയസ്സേ ഉള്ളൂ. കല്യാണം നടത്തി കൊടുത്തവരൊക്കെ കുടുങ്ങുമോ? ഈ വരുന്ന ഡിസംബർ ആകുമ്പോഴുള്ളൂ ആ കൊച്ചിന് 17 വയസ്സാകത്തുള്ളൂ. എൻ്റെ പൊന്നെ, 16 വയസ്സിൽ കിടന്ന് കളിച്ചോണ്ടിരിക്കുന്ന കൊച്ചിനെയാണ് ഇവന്മാരെല്ലാം കൂടെ കൂടി കെട്ടിച്ചു വിട്ടത്. അപ്പൊ പിന്നെ നമ്മുടെ റഹീം സാറും ഗോവിന്ദൻകുട്ടി മാഷും ശിവൻകുട്ടി സാറും എല്ലാം കുടുങ്ങുമോ? പണി മാളിയോ? ശിവൻകുട്ടി സാറിനെ സംഭവിക്കണം. മന്ത്രി അപ്പൂപ്പനല്ലേ പിള്ളേരുടെ മന്ത്രി അപ്പൂപ്പൻ. പിള്ളേരുടെ മന്ത്രി അപ്പൂപ്പനാണല്ലോ. അപ്പൊ കുഴപ്പമില്ല. 16 വയസ്സ് ആ പെങ്കൊച്ചിന്. അപ്പൊ അത് കൊച്ചാണല്ലോ. അപ്പൊ പിള്ളേരുടെ കാര്യത്തിൽ ഇടപെടാം. പണി കിട്ടാതിരുന്നാ വെച്ചാൽ മതി. പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷനാണ് കണ്ടെത്തിയിരിക്കുന്നത് ആ കൊച്ചിന് പ്രായപൂർത്തിയായിട്ടില്ലെന്ന്. എനിക്ക് അന്നേ തോന്നിയതുള്ളൂ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിരിക്കുന്നത് 1/1/2008. ഈ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് അറിയാൻ മേലാത്തവരുടെ ആധാർ കാർഡിലാണ് ഈ 1/1 കൂട്ടിയിട്ടുള്ള ഈ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് കണ്ടപ്പോൾ തന്നെ സംശയം തോന്നിയതുള്ളൂ. ചുമ്മാ മേലും കീഴും നോക്കാതെ അങ്ങ് കെട്ടിച്ചു വിട്ടേക്കുക. വിപ്ലവം സൃഷ്ടിക്കുകയല്ലേ. കേരളം ഇങ്ങനെയല്ല, ഇങ്ങനെയാണ്. കേരള സ്റ്റോറി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി കാണിക്കാൻ വേണ്ടി കളിച്ച കളിയല്ലേ. അനുഭവിച്ചോ? ഒരു മുസ്ലിം പയ്യനും ഒരു ഹിന്ദു പെൺകുട്ടിയും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഉടനെ കേരള സ്റ്റോറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ. എന്തായിരുന്നു ഇവിടെ കിടന്നുള്ള വെപ്രാളം? തീർന്നല്ലോ, സമാധാനമായല്ലോ. എന്താ അത്യാവശ്യം ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിൽ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം. പക്ഷേ നമുക്ക് കേരള സ്റ്റോറി ഉണ്ടാക്കാൻ പറ്റിയ അവസരമല്ലേ, വിട്ടുകളയാൻ പാടുണ്ടോ? ഇപ്പം കിട്ടിയില്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ പ്രേമവും ഒളിച്ചോട്ടവും കൂട്ടുകാർ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് സാധാരണഗതിയിൽ എല്ലാ നാട്ടിലും നടക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഒരാൾ നമ്മുടെ സുഹൃത്ത് വന്നിട്ട് എടാ ഇന്ന പോലെയാണെന്ന് പറഞ്ഞാൽ പെണ്ണിനെ വിളിച്ചിറക്കുക, കല്യാണം കഴിപ്പിച്ച് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന. പക്ഷേ ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കി. ഈ ഗോവിന്ദൻകുട്ടി മാഷും റഹീം സാറും ഈ ശിവൻകുട്ടി സാറും ഒക്കെ അവരെ പോയി അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവിടം വരെ ചെല്ലുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കി. എൻ്റെ പൊന്നെ, ഇവരെയൊക്കെ സമ്മതിക്കണം കേട്ടോ. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ആ പയ്യന്റെ കാര്യം തീരുമാനമായി. അവൻ പോക്സോ കേസിൽ ഉറപ്പായിട്ട് അകത്താവും. പിന്നെ ആ ക്ഷേത്ര ഭാരവാഹികളുടെ കാര്യം എന്താവും അറിയത്തില്ല. പിന്നെ ഈ രജിസ്ട്രേഷൻ നടത്തി കൊടുത്ത ഉദ്യോഗസ്ഥന്മാരുടെ കാര്യം എന്താണെന്ന് അറിയത്തില്ല. സർട്ടിഫിക്കറ്റ് വാലിഡേറ്റ് ചെയ്ത ആളുടെ കാര്യം എന്താണെന്ന് അറിയത്തില്ല. ഇതിന് കൂട്ടുനിന്നവരുടെ കാര്യം എന്താണെന്നത് ഇത് എല്ലാവരും കുടുങ്ങുമോ? ആർക്കറിയാം. എന്താന്ന് പറഞ്ഞാൽ കല്യാണം രജിസ്റ്റർ ചെയ്ത് കൊടുത്ത ആൾക്കാരൊക്കെ ഉറപ്പായിട്ടും കൊടുക്കും. ക്ഷേത്ര കമ്മിറ്റിക്കാരുടെ കാര്യം അറിയത്തില്ല. ഇനി അവർ എന്നാ പറയുന്നത്, ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ, ഞങ്ങളെ മാപ്പ് സാക്ഷിയാക്കണേ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പം വിട്ടെന്നിരിക്കുമായിരിക്കും. എനിക്കറിയത്തില്ല, നിയമമൊക്കെ അറിയാവുന്നവരൊന്നും പറ കേട്ടോ. എന്തായാലും ഇനി നോർത്ത് ഇന്ത്യൻസിന് നല്ല കോള. ഇനി അവന്മാർ കുറേ വീഡിയോസൊക്കെ ആയിട്ട് ഇനി ഇങ്ങോട്ട് ഇറങ്ങും. കേരളത്തിലെ ഇത് റിയൽ കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞു വെച്ചത് കറക്റ്റ് അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങും. എല്ലാ കാര്യം ഉണ്ടായിരുന്നു ഈ ചൊറിഞ്ഞു പിടിക്കേണ്ട എല്ലാ കാര്യം ഉണ്ടായിരുന്നു. ഇനിയിപ്പം 3-ാം ഭാഗത്തിന്റെ തിരക്കഥ പോയിരുന്ന് എഴുതിക്കോ, ജയിലിൽ പോയിരുന്ന് എഴുതും. നിങ്ങൾ എഴുതുക, എന്നിട്ട് അവന്മാർക്ക് തന്നെ വിൽക്കും. അതാ നല്ലത്. ദ റിയൽ കേരള സ്റ്റോറി, ദ 3 എന്നും പറഞ്ഞുകൊണ്ട് ജയിലിൽ ഇരുന്ന് എഴുതിക്കോ. ഓൾ ദി ബെസ്റ്റ്.